ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, നിങ്ങൾ നിങ്ങളുടെ IAS ബുദ്ധി എടുത്തല്ലേ പോലീസിനെ അറിയിക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിയിച്ചു. ഞാൻ പണം തന്നില്ലേ? പറഞ്ഞ പണം കൃത്യമായിട്ട് വച്ചതുമില്ല, പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഹലോ സാർ, നിങ്ങൾ കാർ കുറച്ചുകൂടെ ബാക്കിലോട്ട് കയറ്റിയിട്. ഇപ്പോഴെന്തായാലും മാഡത്തിന് അവന്മാരുടെ ഫോൺ വരും. അതിനു മുമ്പ് പോലീസിന്റെ സാന്നിധ്യം ഉണ്ടോന്ന് അവരൊരു നിരീക്ഷണം നടത്തും. അതുകൊണ്ടാ കാർ കുറച്ചുകൂടെ പുറകിലോട്ടിടാൻ പറഞ്ഞത്. ഓക്കെ സാർ. പിന്നെ പണം എവിടെ വെക്കണമെന്ന് നിർദ്ദേശം കിട്ടിയ മാഡം പണം കൊണ്ടുവയ്ക്കും. അത് എടുക്കാൻ വരുന്നവരാരായാലും അവരുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും. അവരെ കിട്ടിയാലും നമുക്ക് അവന്മാരിലേക്ക് എത്താൻ പറ്റും. ഓക്കെ സാർ. ഓക്കെ. വണ്ടി കുറച്ചുകൂടെ ബാക്കിലോട്ടിട്. രാമേട്ടാ, ഞാൻ സ്പീക്കറിലിടാം. റസാക്കിനെ കണക്ട് ചെയ്യേ. ഹലോ. ഹലോ മാഡം. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ പമ്പ് ഹൗസിന് മുമ്പിലുള്ള സ്ഥലത്ത് ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. പണം അതിൽ വെക്കുക. വിഷ്ണുവേട്ടൻ എവിടെ? വിഷ്ണുവേട്ടനെ കാണാതെ ഞാൻ പണം തരില്ല. പണം ഭദ്രമായി ആ വേസ്റ്റ് ബോക്സിൽ വച്ച ശേഷം നിങ്ങളുടെ കാർ പമ്പ് ഹൗസിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റുക. അവിടെ നിങ്ങളുടെ വിഷ്ണുവേട്ടൻ നിങ്ങളെയും കാത്ത് നിൽക്കുന്നുണ്ടാവും. പണം എടുത്തിട്ട് നിങ്ങൾ വിഷ്ണുവേട്ടനെ തരാതിരുന്ന? പണം അവിടുന്ന് ഇപ്പൊ ഞങ്ങൾ എടുക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ പണം ഞങ്ങൾ അവിടെ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതെല്ലാവരും പരസ്പര വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. അതിന് വിരുദ്ധമായി ഇതിൽ പോലീസിന്റെ ഇടപെടലോ മറ്റോ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ വിഷ്ണു നിങ്ങളുടെ മുന്നിൽ പിന്നെ ജീവനോടെ എത്തൂല. പണം അവിടെ വച്ചിട്ട് നിങ്ങൾ പമ്പ് ഹൗസിനുള്ളിലേക്ക് കാറ് കയറ്റുക. ഹലോ ഹലോ മാഡം. റസാഖ്. മാഡം, ആ പണം അവര് പറഞ്ഞ പോലെ വെച്ചിട്ട് മാഡം കാറ് പമ്പ് ഹൗസിലേക്ക് കയറ്റി കിട്ടോ? ഓക്കെ റസാഖ്. രാമേട്ടാ, വണ്ടി എടുക്ക.
വേഗം എടുക്കുമ്പോൾ അമ്മ പണി പറ്റിച്ചല്ലോ. വണ്ടി എടുക്കണോ? പോട്ടെ. മാഡം, നിങ്ങൾ നിങ്ങളുടെ IAS ബുദ്ധി എടുത്തല്ലേ പോലീസിനെ അറിയിക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിയിച്ചു. ഞാൻ പണം തന്നില്ലേ? പറഞ്ഞ പണം കൃത്യമായിട്ട് വച്ചതുമില്ല, പോലീസിനെ അറിയിക്കുകയും ചെയ്തു. നമ്മൾ പറഞ്ഞത് പക്ഷെ നമ്മൾ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ തെറ്റിച്ചു. പോലീസിനെ അറിയിക്കരുതെന്ന് പറഞ്ഞു, പക്ഷേ നിങ്ങൾ അറിയിച്ചു. പറഞ്ഞ പണവും കൊണ്ടുവന്നില്ല. അതിന് ഒരു പണിഷ്മെന്റ് ഉണ്ട്. ഇനി വിഷ്ണുവിനെ വിട്ടുകിട്ടണമെങ്കിൽ 75 ലക്ഷം രൂപ വേണം. 3 മണിക്കൂർ സമയം ഞാൻ തരും. അതിനുള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വിഷ്ണുവിനെ മറന്നേക്കുക. ബാക്കി പണം ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പോലീസ് വന്നത് എന്റെ അറിവോടുകൂടി അല്ല. 3 മണിക്കൂർ. അതിനുള്ളിൽ ബാക്കി പണവുമായി ഒറ്റയ്ക്ക് വരണം. വന്ന വിഷ്ണുവിനെ ജീവനോടെ കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ വിഷ്ണുവിന്റെ ശവം നാളെ റെയിൽവേ ട്രാക്കിലോ പുഴയിലോ നിങ്ങൾക്ക് കാണേണ്ടി വരും.